വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇതൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഒന്നുമല്ല. വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ടെക്നിക്കാണേ. അപ്പോൾ ആദ്യം ഒരു ജെന്റിൽ ആയിട്ടുള്ള ഒരു ക്ലെൻസർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്യാം. അതിനുശേഷം ഒന്നും അപ്ലൈ ചെയ്യരുത്. മോയ്സ്ചറൈസറോ, സീറോ, സൺസ്ക്രീനോ ഒന്നും വേണ്ട. കാരണം ഈ പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ആ ഒരു നാച്ചുറൽ ബിഹേവിയർ നമുക്ക് അങ്ങോട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി ഇത് വാഷ് ചെയ്തതിന് ശേഷം ഒരു 30 മുതലൊരു 60 മിനിറ്റ് വരെ, അത് 1 അവർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങളുടെ സ്കിന്ന് നാച്ചുറലി എങ്ങനെയാണോ ബിഹേവ് ചെയ്യണേ എന്നുള്ളതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. മിററിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഫേസ് മുഴുവനും ഷൈനി ആണോ, ചീക്സ് ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ടീ സോൺ മാത്രമാണോ ഓയിലി ആയിട്ടുള്ളത്, അതോ സ്കിന്ന് കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കണേ. ഈ ഒബ്സർവേഷനാണ് നിങ്ങളുടെ സ്കിന്നിൻ്റെ ടൈപ്പ് മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത്. ഓക്കെ. ഇനി ഓരോ സ്കിൻ ടൈപ്പിൻ്റെയും നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ നോർമൽ സ്കിന്നാണേ. നോർമൽ എന്ന് പറയുമ്പോൾ തന്നെ പെർഫെക്റ്റ് സ്കിൻ എന്നല്ല അർത്ഥം. പിമ്പിൾസ് ഒന്നും ഒരിക്കലും വരില്ല, അങ്ങനെയല്ല. പക്ഷേ ഓയിൽ പ്രൊഡക്ഷൻ കമ്പാരിറ്റീവ്ലി, ഓയിൽ പ്രൊഡക്ഷനും മോയ്സ്ചർ ബാലൻസും ഒക്കെ പൊതുവേ നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. ഈ ഫേസ് വാഷ് നമ്മൾ ചെയ്തതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞാലും സ്കിന്ന് ഭയങ്കര വളരെ ഓയിലി ആയിട്ടിരിക്കുകയെ അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുകയൊന്നും ഇങ്ങനെയുള്ള സ്കിന്നുകാർക്ക് ഉണ്ടാവില്ല. സ്കിന്ന് പൊതുവേ കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ പോർസ് ഒന്നും വലിയ പോർസ് ഒന്നും ആയിരിക്കില്ല. ഷൈൻ ഭയങ്കര കൂടുതലായിരിക്കില്ല. ആ ഓയിലിൻ്റെ ഷൈനിങ് ഒന്നും കൂടുതലുണ്ടാവില്ല. ടൈറ്റ്നെസ്സും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നോർമൽ സ്കിന്നുള്ളവർക്ക് പ്രൊഡക്ട്സ് ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഓപ്ഷൻസ് കൂടുതലായിരിക്കും. എന്നാലും സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ജെന്റിൽ ക്ലെൻസർ ഇതൊക്കെ പോലുള്ള ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നോർമൽ സ്കിന്നുകാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി അടുത്തത് ഓയിലി സ്കിന്നുകാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഓയിലി സ്കിന്നിൽ സെബേഷ്യസ് ഗ്ലാൻസ് പൊതുവെ കൂടുതലായിരിക്കും. സെബം പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫോർഹെഡ്, നോസ്, ചിൻ, അതുപോലെ നമ്മുടെ ചീക്സിലൊക്കെ ഷൈനി ആയിട്ട് ഇരിക്കുന്നത് കാണാം. പോഴ്സ് കുറച്ച് കൂടുതലായിട്ട് വിസിബിൾ ആയ പോലെയും തോന്നും. ഈ ഓയിലി സ്കിന്നുള്ളവർക്ക് ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ ആക്നെ തുടങ്ങിയൊക്കെ വരാനുള്ള സാധ്യതയും ചിലർക്കൊക്കെ കൂടുതലാണ്. പക്ഷേ ഇവിടെ ഒരു കോമൺ മിസ്കോൺസെപ്ഷൻ ഉള്ളത്, ഓയിലി സ്കിന്നുള്ളവർക്ക് മോയ്സ്ചറൈസർ ആവശ്യമില്ല, അത് ശരിയല്ല. ഓയിലി സ്കിന്നിനും ഹൈഡ്രേഷൻ ആവശ്യമാണ്. അതും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫോമുലേഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കാര്യം. ഇനി സ്കിൻ ഓയിലി ആണെന്ന് കരുതി വളരെ ഹാർഷായിട്ടുള്ള ക്ലെൻസേഴ്സ് ഉപയോഗിച്ച് ഓയിൽ മുഴുവൻ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കുന്നതും പലപ്പോഴും നല്ലൊരു അപ്രോച്ച് അല്ല. ഓക്കെ. ഇനി ഡ്രൈ സ്കിന്നുകാരുടെ ഫേസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നോർമലി ഇവരുടെ സ്കിന്നിനകത്ത് കുറച്ച് മാത്രമായിരിക്കും ഈ ഓയിലും സെബും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം സ്കിന്ന് ടൈറ്റായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. അതുപോലെ ചിലപ്പം ആ ഒരു റഫ് ടെക്സ്ചറൊക്കെ ആയിട്ട് മാറാം. പ്രത്യേകിച്ച് ചീക്സിൻ്റെ അവിടെ ഡ്രൈനെസ് കൂടുതൽ അനുഭവപ്പെടാം. ചിലർക്ക് ചെറിയൊരു ഫ്ലേക്കി പാച്ചസ് ഒക്കെ പോലെയും കാണാം. ഡ്രൈ സ്കിന്നുള്ളവർക്ക് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എല്ലാ മോയ്സ്ചറൈസറും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഡ്രൈ സ്കിന്നിന് റിച്ചർ ആയിട്ടുള്ള ഫോമുലേഷൻസ് അല്ലെങ്കിൽ മോളിയൻസ്, ഒക്ലൂസീവ്സ് ഒക്കെ പോലെയുള്ള ഇതൊക്കെ അടങ്ങിയ പ്രൊഡക്ട്സ് പലപ്പോഴും ചിലപ്പോൾ കൂടുതലായിട്ട് സ്യൂട്ടബിളായിട്ട് വരും. പക്ഷേ ഈ ഡ്രൈ സ്കിന്നും ഡീഹൈഡ്രേറ്റഡ് സ്കിന്നൊന്നും ഒരേ കാര്യമല്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രം നോക്കിയിട്ട് ആ സ്കിൻ ടൈപ്പ് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. സ്കിൻ ടൈപ്പ് പ്ലസ് കണ്ടീഷനും കൂടെ നമ്മൾ നോക്കണം. ഓക്കെ. അടുത്തതാണ് കോമ്പിനേഷൻ സ്കിന്ന്. അതിൻ്റെ പേര് പോലെ തന്നെ ഇത് 2 വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു സ്കിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണയായിട്ട് നമ്മുടെ നെറ്റി, ഫോർഹെഡ്, അതുപോലെ നോസ്, ചിന്ന്, പിന്നെ അതാണ് അത് ഉൾപ്പെടുന്നതാണ് ടീ സോൺ എന്ന് പറയുന്നത്. ഈ ടീ സോൺ ഉള്ള സ്ഥലത്തായിരിക്കും കൂടുതലായിട്ട് ഓയിലി ആയിട്ട് തോന്നുന്നത്. എന്നാൽ ചീക്സ് ഒക്കെ നോർമലായിരിക്കും, അല്ലെങ്കിൽ ഡ്രൈ ആയതുപോലെയൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഈ കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് പ്രൊഡക്ട്സ് തിരഞ്ഞെടുക്കാനായിട്ട് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നും. കാരണം മുഴുവൻ ഫേസും ഒരുപോലെ അല്ല ബിഹേവ് ചെയ്യണം. ചിലർ ഡിഫറെൻറ്റ് ഏരിയാസിൽ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ചിലർ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോമുലേഷൻസ് ഒക്കെ തിരഞ്ഞെടുക്കും. ഇതും ഓരോരോ വ്യക്തികളുടെ അനുസരിച്ചും അവരുടെ സ്കിന്നിൻ്റെ ആവശ്യകത അനുസരിച്ചും ആശ്രയിച്ചിരിക്കും. ഓക്കെ. സെൻസിറ്റീവ് സ്കിന്നാണ് അടുത്തത്. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയണം. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത് സ്കിൻ ടൈപ്പ് അല്ല.
അതൊരു സ്കിൻ കണ്ടീഷനാണ്. പക്ഷെ പലപ്പോഴും പലരും അതൊരു സ്കിൻ ടൈപ്പായിട്ട് പറയാറുണ്ട്. അതായത് നോർമൽ സ്കിന്നുള്ള ഒരാൾക്കും സെൻസിറ്റീവ് സ്കിൻ ഉണ്ടാവാം, ഓയിലി സ്കിന്നുള്ള ആർക്കും ഉണ്ടാവാം, അതുപോലെ ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നോ ഒക്കെ ഉള്ളവർക്കും ഈ സെൻസിറ്റീവ് സ്കിൻ ഉണ്ടാവാം. ഇനി സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ചില പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ ബേണിങ് അല്ലെങ്കിൽ എന്താ പറയുക, ഇച്ചിങ് ഒക്കെ പോലെയുള്ള ഇറിറ്റേഷൻ ഒക്കെ പോലെയുള്ള റിയാക്ഷൻസ് ഒക്കെ അനുഭവപ്പെടാം. എന്നാൽ ഇത് എല്ലാവർക്കും ഒരേ ഒരു പോലെ ആവണമെന്നില്ല. ഇങ്ങനെ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പുതിയ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യണതായിരിക്കും നല്ലത്. ഓക്കെ. ഇനി ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ പലരും സ്കിൻ ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ മിസ്റ്റേക്കാണ് ചിലപ്പോൾ ചിലർ ഫേസ് വാഷ് ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് അപ്പം തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും സ്കിൻ ടൈപ്പ് തീരുമാനിക്കണത്. അങ്ങനെ തീരുമാനിക്കരുത്. കുറച്ച് സമയം എടുത്തിട്ട് വേണം നോക്കാനായിട്ട്. ഒരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും നോക്കണം. രണ്ടാമത്തെ പറയുകയാണെങ്കിൽ ഒരു ദിവസം മാത്രം നോക്കിയിട്ട് നമുക്ക് സ്കിൻ ടൈപ്പ് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. സ്കിന്നിൻ്റെ ഒരു ലോങ് ടേം ബിഹേവിയർ ആണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത് സ്കിൻ ടൈപ്പാണെന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെയല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മിസ്റ്റേക്ക് എന്ന് പറയണത് ഒരാൾക്ക് പറ്റുന്ന ഐറ്റം വേറൊരാൾക്ക് പറ്റില്ല. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അത് മനസ്സിലാക്കിയിട്ട് സ്കിൻ കെയർ ചെയ്യുക. എനിക്ക് സൂട്ടായത് ചിലപ്പോൾ വേറെ ആൾക്ക് സൂട്ടാവില്ല. നമ്മുടെ സ്കിൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്കിൻ കെയർ സയൻസിനെ കുറിച്ചിട്ട്, സ്കിൻ കെയറിനെ കുറിച്ചും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും കാണാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത വീഡിയോസിൽ ഞാൻ ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പം എനിക്ക് കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അപ്പം ഇനി എങ്ങനെയൊക്കെ പ്രൊഡക്ട്സ് കൂടുതൽ നന്നായിട്ട് ചൂസ് ചെയ്യാം, ഓരോ സ്കിൻ ടൈപ്പിന് പറ്റിയ പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങൾ കമൻസൊക്കെ അറിയിക്കുക. Thanks for watching The Lab by Shamili. Bye.